ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX Mania. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിഗ്മ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ഡിസൈൻ ടൂളായി കഴിഞ്ഞു. ലോകത്തിലെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡിസൈനേഴ്സ് ഇന്ന് ഫിഗ്മയാണ് അവരുടെ UI UX മറ്റ് ഡിസൈൻ പർപ്പസുകൾക്കെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരുപാട് ഫീച്ചേഴ്സുകളും അതിൻ്റെ പുതിയ രീതിയിലുള്ള അപ്ഡേഷൻസുകളും അതിൻ്റെ കൊളാബറേഷനും ഒക്കെ തന്നെ എല്ലാ ഡിസൈനേഴ്സും ലോകമെമ്പാടും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനലിലും ഫിഗ്മ എന്ന് പറയുന്നിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിഗ്മയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ figma.com വരിക. figma.com വന്ന് ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് കാണാം. അതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതിനകത്ത് അതുപോലെ തന്നെ പ്രൊഫഷണൽ പാക്കേജ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ പാക്കേജ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അവരുടെ പാക്കേജുകൾ കാണാം. ഇതിൽ ഫ്രീ ആയിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫ്രീ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ അവർ തരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് 3 ഫിഗ്മ ഫയല്, 3 ഫിഗ്ജാം ഫയല് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനേ തരുന്നുള്ളൂ. അതുപോലെ തന്നെ കുറേ ഫെസിലിറ്റികളും കാര്യങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഫ്രീ വെർഷൻ ആകുമ്പോൾ അവർക്ക് ഹൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് അത്യാവശ്യം ചെയ്യാനും ചെയ്ത് പഠിക്കാനും ഈ ഫ്രീ വെർഷൻ മതി. എങ്കിൽ പോലും ഫിഗ്മയുടെ പ്രൊഫഷണൽ പാക്കേജിലേക്ക്, അതായത് പെയ്ഡ് വെർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്ട്രാ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ പാക്കേജ്, നമുക്കൊരു പെയ്ഡ് പാക്കേജ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, പ്രത്യേകിച്ചും പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഓരോ മാസവും $12 വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പെയ്ഡ് വെർഷൻ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്, ഒരുപാട് സ്റ്റുഡൻസിന്. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് നമ്മളോട് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ പേഴ്സണൽ മെന്ററിങ് ചെയ്യുന്ന കുറേ ആൾക്കാർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-20ഓളം ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഒരു ഒറിജിനൽ വെർഷൻ, അതായത് ഈ ഒരു പെയ്ഡ് വെർഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഫിഗ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കുറേ ആൾക്കാരടുത്ത് പറയുന്നത് കണക്ക് തന്നെ ഇന്ന് നമ്മൾ മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിലോ, നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ, അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ അക്കൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്നില്ല. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ചെക്ക് ചെയ്ത് നോക്കുകയും ആ റിവ്യൂ ചെയ്ത് കിട്ടുന്ന അതിൻ്റെ അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പെയ്ഡ് വെർഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അവർ നമുക്ക് അനുവാദം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഈ ഫിഗ്മ പ്രൊഫഷണൽ പാക്കേജിൽ താഴെയായിട്ട് നിങ്ങൾ ചൂസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ബട്ടൺ കാണുന്നതിനോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് ഫ്രീ ഫോർ സ്റ്റുഡൻസ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലിങ്കും കൂടെ കാണാം. ഓക്കെ, അതിനകത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് പോകും. വളരെ ക്ലീനായിട്ട് സിമ്പിളായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ തന്നെ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടും ഒരു ഏരിയ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ എന്തെല്ലാം രീതിയിൽ ഫിഗ്മ യൂസ് ചെയ്യാം, ഫിഗ്മ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമുക്ക് ഇവിടെ ലേൺ മോർ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഫിഗ്മ ഈ ഒരു ലിങ്കിലൂടെ തന്നെ നമ്മൾ പഠിപ്പിച്ചു തരും. എനിവേ, നമ്മളിവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗെറ്റ് വെരിഫൈഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിഗ്മയുടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ മെയിൽ ID ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു ലോഗിൻ ID ഉണ്ടാക്കി നിങ്ങൾ കയറുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലൊരു പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റുഡൻറ് എന്നും റൈറ്റ് സൈഡിലായിട്ട് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടും ഒരു ബട്ടൺ ബോക്സ് കാണാം. അതിലേക്ക് നമ്മൾ വന്നതിന് ശേഷം ഈ റേഡിയോ ബട്ടണിൽ നമ്മൾ സ്റ്റുഡൻറ് എന്ന് പറയുന്നതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറേ ഫിൽറ്ററും താഴെയായിട്ട് കുറേ ഫീൽഡുകൾ വരും. ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഫീൽഡിലായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസുകളാണോ അവർ ചോദിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രീ ഫിഗ്മ എഡ്യൂക്കേഷൻ പ്ലാനിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ നെയിം ഇവിടെ ചോദിക്കും. ആ സ്കൂൾ നെയിം ഒരുപാട് നെയിം അവർ തന്നിട്ടുണ്ട്. അതിലില്ലാത്ത നെയിം ആയിരിക്കും നമ്മുടേതെങ്കിൽ നമ്മൾ സ്കൂൾ നോട്ട് ലിസ്റ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്കൂൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ നെയിം കൊടുക്കാം. അതിൻ്റെ വെബ്സൈറ്റ് മസ്റ്റായിട്ടും കൊടുക്കണം. കാരണം ഒരു ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്
അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈമറി ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തിലാണ് കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഗ്രാജുവേഷൻ ഡേറ്റ്, നിങ്ങൾ ഗ്രാജുവേഷൻ നിങ്ങളുടെ കോഴ്സ് കഴിയാനായിട്ട് പോകുന്ന ഒരു ഡേറ്റും കൂടെ ഇവിടെ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് സബ്മിറ്റ് ബട്ടൺ ആക്റ്റീവ് ആകും. അവിടെ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ വരും. അതിനോടൊപ്പം അവർ അതിനെ കൂടുതലായിട്ട് അവർ തന്നെ റിവ്യൂ ചെയ്യാനും തുടങ്ങും. ഓക്കെ, അപ്പോൾ ഓർക്കുക, നിങ്ങൾ കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ഒരുപാട് വലിയ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പല സ്റ്റുഡൻസുകളും വളരെ ചെറിയ രീതിയിലുള്ള കേരളത്തിലെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പേരുകളൊക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടി. ഇനി നിങ്ങളൊരു എഡ്യൂക്കേറ്ററാണ്, പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് വെച്ച് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്ക് വന്നിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിലും ഇത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും ഇത് ട്രൈ ഔട്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസുകളുടെയും നമ്മുടെ റിക്വയർമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ എന്തിനാണ് ഈ ഫിഗ്മ യൂസ് ചെയ്യുന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ നല്ല രീതിയിൽ അതിന് നല്ലൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുക. അത് വായിച്ചു നോക്കി നമുക്ക് അത് കിട്ടാൻ അർഹതരാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൽ ചെയ്യും, നമുക്ക് അതിനുള്ള ആക്സസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 4 മുതൽ 5 ദിവസം വരെ ഉള്ളിൽ കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. 1 മാസത്തോളം എടുത്ത് ഇതിന് ആക്സസ് കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ്. പല ആൾക്കാരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പീരീഡ് പറയാറുണ്ട്, ഇത്രയും നാൾ കഴിഞ്ഞാണ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ പറയാറുണ്ട്. എനിവേ അത് ഓരോരുത്തരുടെ ആ റിവ്യൂ ടൈമിങ്ങിനും മറ്റും എടുക്കുന്ന ഒരു പീരീഡ് ആയിരിക്കാമെന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ഓപ്ഷൻ എല്ലാവരും, പ്രത്യേകിച്ചും സ്റ്റുഡൻസും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഒരു പെയ്ഡ് വെർഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ ആയിട്ട്. അത് നിങ്ങൾക്ക് ഫിഗ്മയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാം എങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിഞ്ഞുകൂടാത്തതായിട്ടുമുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കിട്ടുകയാണ് നിങ്ങൾക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഫിഗ്മ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള വിവരം ദയവേത് ഇവിടെ കമൻറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവട്ടെ. ഫിഗ്മ പോലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ടൂൾ ഒരുപാട് ഫേമസ് ആവുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ കമ്പനി ഇതുപോലുള്ള ഓരോ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആകും എന്നുള്ളതിൽ ഒരു സംശയമേ വേണ്ട. അപ്പം ഈ ഒരു അവസരം നിങ്ങളും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കും ഇതിൻ്റെ ഒരു പെയ്ഡ് വെർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.